നമസ്കാരം. കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങിയ പച്ചരിക്കൊമ്പൻ ഇപ്പോൾ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തവളക്കുഴിയിൽ നിന്നും നമ്മുടെ പ്രതിനിധി സത്യശീലൻ നമ്മോടൊപ്പം ഇപ്പോൾ ലൈനിലുണ്ട്. സത്യശീലൻ, പറയൂ. ദമയന്തി, കേരളം ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന പച്ചരിക്കൊമ്പൻ ദൗത്യം ഇതാ തുടങ്ങാൻ പോവുകയാണ്. ഈ തവളക്കുഴി പ്രദേശത്തെ കിടുകിട വിറപ്പിച്ച പച്ചരിക്കൊമ്പന് മയക്ക് വെടിവെച്ച് തമിഴ്നാടിന്റെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് കടത്തിവിടുന്നതിന് വേണ്ടിയിട്ടാണ് വനം വകുപ്പ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പച്ചരിക്കൊമ്പൻ കാടിറങ്ങി നാട്ടിലേക്ക് ഇറങ്ങി വന്ന് ഇവിടെ ഈ റേഷൻ കടകൾ കുത്തി തുറന്ന് പച്ചരികൾ തിന്നുകയും പച്ചരി കിട്ടാതെ വരുമ്പോൾ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് പോയി അവിടെയുള്ള വീടുകളിൽ കയറി പുഴുങ്ങല്ലരി തിന്നുകയും ചെയ്യുന്ന ഒരു ആനയാണിത്. ഈ ആനയെ പിടിക്കുന്നതിന് വേണ്ടി പ്രത്യേക പരിശീലനം കിട്ടിയിട്ടുള്ള ദൗത്യസേനയും വനം വകുപ്പും ചേർന്ന് ഇതാ കാട്ടിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ നമ്മൾ ഫിഷ് TV വളരെ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ദൗത്യം ഒരുപാട് നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു. ഞാനൊരു കാഴ്ച കാണിക്കാം. ഇതാണ് ഈ കാട് തുടങ്ങുന്നതിന്റെ പ്രവേശന കവാടം. ഇതുവഴിയാണ് ആന ഇറങ്ങി വരുന്നത് എന്നാണ് ആളുകൾ പറയുന്നത്. ഉറക്കമെല്ലാം ഉണർന്ന് എണീറ്റ് ആന ഇതുവഴിയാണ് വരുന്നത്. ഇതൊരു തടാകമാണ്. ഈ തടാകത്തിനകത്ത് വെള്ളം കുടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ആന നാട്ടിലേക്ക് ഇറങ്ങുന്നതും ഈ റേഷൻ കടയിലേക്ക് വരുന്നതും റേഷൻ കടയിലെ പച്ചരി കുത്തി തുറക്കുന്നതും എടുത്ത് തിന്നുന്നതും എന്നാണ് നാട്ടുകാർ പറയുന്നത്. ദമയന്തി, സത്യശീലൻ, ദൗത്യം തുടങ്ങിയോ? എപ്പോഴാണ് തുടങ്ങുന്നത്? മയക്കുവെടി വെക്കാനുള്ള തോക്കും ഉണ്ടയും എത്തിച്ചിട്ടുണ്ടോ? അക്കാര്യം പച്ചരിക്കൊമ്പനെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടോ? ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പിഴവ് സംഭവിച്ചതായി സൂചനയുണ്ടോ? ദമയന്തി, ദൗത്യം തുടങ്ങാൻ ഇനിയും ഒരുപാട് സമയമെടുക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മയക്കുവെടി വെക്കാനുള്ള തോക്കിനകത്ത് ഉണ്ട കുറവാണ് എന്നൊക്കെ ഇവിടെ ആളുകൾ പരസ്പരം പറയുന്നത് കേട്ടു. നമ്മൾ അതേക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. സത്യശീലൻ, വെടിയുണ്ടയ്ക്ക് ക്ഷാമം ഉണ്ടായാൽ എങ്ങനെയാണ് സർക്കാർ അതിനെ മറികടക്കാനായി ഉദ്ദേശിക്കുന്നത്? ദമയന്തി, അതൊരു വലിയ സങ്കീർണമായ പ്രശ്നം തന്നെയാണ്. കാരണം പച്ചരിക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ശക്തനായ ആനയെ നേരിടുമ്പോൾ ഉണ്ടയില്ലാത്ത തോക്കുമായി വരിക എന്ന് പറയുന്നത് വലിയ അപകടം തന്നെ സൃഷ്ടിക്കും. ഒരുപക്ഷെ ഇനി അവരുടെ ഉണ്ട തീരുന്ന മുറയ്ക്ക് ഒരുപക്ഷെ അവർ തോക്കിന്റെ പാത്തി കൊണ്ട് ആനയുടെ മണ്ടക്കടിച്ച് ബോധം കെടുത്താനായിരിക്കും ഒരുപക്ഷെ അവർ ഉദ്ദേശിക്കുന്നുണ്ടാവുക. നമുക്കറിയില്ല. എന്തായാലും നമുക്കത് കാത്തിരുന്ന് കാണാം. സത്യശീലൻ, പച്ചരിക്കൊമ്പൻ ഇപ്പോൾ എവിടെയാണുള്ളത്? കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ പച്ചരിക്കൊമ്പൻ എന്തുകൊണ്ടാണ് നാട്ടിലിറങ്ങാത്തത്? ദൗത്യ സംഘത്തിന്റെ നീക്കങ്ങൾ പച്ചരിക്കൊമ്പൻ അറിഞ്ഞിട്ടുണ്ടാകുമോ? അറിഞ്ഞിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം അല്ലെങ്കിൽ ഈ സമയത്തിനകം തന്നെ പച്ചരിക്കൊമ്പൻ ഇറങ്ങി വരേണ്ടതാണ്. ഇതുവരെയും പച്ചരിക്കൊമ്പൻ ഇറങ്ങി വന്നിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ദമയന്തി, ഈ തൊട്ടപ്പുറത്ത് ഒരു വലിയ ചോലയുണ്ട്. അതായത് ഒരു വലിയ അരുവി. ഈ അരുവിയിൽ വന്ന് മാനുകളും കരടികളുമെല്ലാം വെള്ളം കുടിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടെ നടക്കുന്ന വാർത്തകളെല്ലാം അവർ മനസ്സിലാക്കി ഈ വിവരം നേരെ പച്ചരിക്കൊമ്പൻ്റെ അടുത്ത് പോയി അവതരിപ്പിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപക്ഷെ അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു അതൃപ്തിയായിരിക്കും ഇതുവരെയും വരാത്തതിനുള്ള കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് വേണം കരുതാൻ. സത്യശീലൻ, ഇപ്പോൾ പച്ചരിക്കൊമ്പന്റെ മാനസികാവസ്ഥയെ കുറിച്ച് ഒന്ന് വിവരിക്കാമോ? അയ്യോ, അതേപ്പറ്റി നമുക്കിപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല. കാരണം ഏത് രീതിയിലാണ് ആന പ്രതികരിക്കുക എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നു ഒരേ സമയം ഇവൻ കാട്ടാനയുമാണ്, അതേസമയം നാട്ടിലിറങ്ങി വന്ന് പച്ചരിയും പുഴുങ്ങല്ലരിയും തിന്നുന്ന ആനയുമാണ്. വിവേകമുള്ള ഒരു ആനയായിട്ട് നമുക്കിതിനെ കണക്കാക്കേണ്ടി വരും. അപ്പോൾ ഏത് രീതിയിലാണ് ഇത് വരിക എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. ഒരു പക്ഷേ അവൻ വലിയ അക്രമകാരിയായി മാറിയേക്കാം. അല്ലെങ്കിൽ ഒരുപക്ഷെ ഡിപ്രഷൻ അടിച്ച് ചിലപ്പോൾ കാട്ടിനകത്ത് തന്നെ തളർന്ന് ഒതുങ്ങിയിരുന്നേക്കാം. അതിനും സാധ്യതയുണ്ട്. ഇനി ഒന്നും പറയാൻ കഴിയില്ല. ചിലപ്പോൾ അവൻ വലിയ ഒരു വൈൽഡ് എലിഫന്റ് ആയിട്ടും മാറും. സത്യശീലൻ, പച്ചരിക്കൊമ്പൻ റേഷൻ കടയിലെ പച്ചരി തിന്നത് കൊണ്ടാണ് ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഒരു വാർത്ത കേൾക്കുന്നുണ്ടല്ലോ. ഇതിനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം എന്താണ്? അതൊരു പക്ഷേ കറക്റ്റ് ആയിരിക്കുന്ന വേണ്ടി. കാരണം റേഷൻ കടലിൽ കെട്ടിക്കിടക്കുന്ന പച്ചരികൾ തിന്ന് ആന ഒരുപക്ഷെ അക്രമകാരിയായി മാറുന്നതായിരിക്കും. അങ്ങനെ ആയിരിക്കും ഒരുപക്ഷെ ഈ ആനയ്ക്ക് പ്രാന്തായത്. സത്യശീലൻ, ഇനി എന്താണ് നമ്മുടെ തുടർ നടപടികൾ? ദമയന്തി, ദൗത്യ സംഘം ഇതാ കാട്ടിനകത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് പകർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കാട്ടിലേക്ക് പോവുകയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാം. എന്തോ മോനാ അരി മാസം ആകാൻ കാത്തിരിക്കും. റേഷൻ കാർഡ് പൊക്കിക്കൊണ്ട് വന്നേക്കും. ഇല്ല, അരി ആയിട്ടില്ല. എന്നാ മണ്ണെണ്ണതാ? കഴിഞ്ഞ മാസമല്ലേ മണ്ണെണ്ണ വന്നത്? അത് 1/2 ലിറ്റർ അല്ലേ? ഇനി അടുത്ത മാസമേ ഉള്ളൂ. 3 മാസം കൂടുമ്പോൾ? അതേന്ന്, എല്ലാ മാസവും മണ്ണെണ്ണയൊന്നും ഇല്ല. അതെന്ത് പരിപാടി? അപ്പത് സർക്കാരിന്റെ പരിപാടി ഇതൊക്കെ.
നാട്ടുകാരെ പറ്റിക്കുക എന്നുള്ള ഒരൊറ്റ പരിപാടി ഏത് സർക്കാരും ഒന്നുള്ളൂ അല്ലേ? എന്റെ മോനെ സമയം മെനക്കെടുത്താൽ പോയി ഇപ്പൊ ഇനി ബാക്കി ഒരുപാട് ജോലി കിടക്കും ഇവിടെ. എന്ത് ഇവിടെ സമരം വല്ലതുണ്ട്? കുറച്ച് പച്ചരി വേണമായിരുന്നു. പച്ചരി ഇന്നലെ എന്റെ ഭാര്യയും മക്കളും വന്ന് മേടിച്ചോണ്ട് പോയി. നെയ്യ് വേണം ചേട്ടാ. ഇത് അങ്ങനൊന്നും അല്ലെന്ന്. നിങ്ങളൊരു കാര്യം ഇവിടെ കുറേ മഞ്ഞക്കാട്ടുണ്ടല്ലോ, അതിൽ ഒരു മഞ്ഞക്കാട്ടിന്റെ പച്ചരി എനിക്കൊന്ന് മറിച്ച് തന്നെ. പണ്ടത്തെ കാലം പോലല്ല, അങ്ങനെ തരാൻ പറ്റത്തില്ല. ഉണ്ണി പോയാൽ ചില മനുഷ്യനെ മെനക്കെടുത്താതെ. എന്റെ കുഞ്ഞ് പട്ടിണിയിലാ. ഭാര്യയും മോനും കൂടെ ഇന്നലെ വന്ന് അരി മേടിച്ചോണ്ട് പോയില്ലേ, പിന്നെങ്ങനാ പട്ടിണിയാകുന്നേ? എന്റെ കാട്ടിലെ രാജാവ് എന്റെ പച്ചരി കൊമ്പൻ. ഒന്നും കഴിക്കാത്ത കുറെ ആയി. ഇവിടെ നാട്ടിൽ ജനങ്ങൾക്ക് കഴിക്കാൻ അരിയില്ല, അന്നേരം കാട്ടി കിടക്കുന്ന കൊമ്പനെ താനൊന്ന് പോയൊന്നു. ഒരു കാര്യം ഞാൻ പറയാം, ഞാനിപ്പോ ഒരു 5 കിലോ തന്നാൽ ഞാൻ കൊണ്ടുപോകും. എന്റെ പച്ചരി കൊമ്പൻ വരും, മൊത്തം എടുത്തിട്ട് കൊണ്ടുപോകും. ഉറപ്പാണ്. എന്താക്കുന്നു പറ. തനിക്ക് 5 കിലോ തരാം. ഇനി മേലെ ഇത് ആവർത്തിക്കരുത്. ഞാൻ ആവർത്തിക്കൂല. കൊമ്പന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റൂല. വേണ്ട, പാവം വേഷത്തിന് കണ്ണാണെന്നുണ്ടാവില്ല ഇനി. വിടർത്തി അങ്ങോട്ട് പിടി. ഒരു 2 കിലോ കൂടെ തന്നെ. ഇതൊക്കെ തന്നെ ഉണ്ണി. എന്ന് മനുഷ്യങ്ങ പറഞ്ഞു, ഒരു മനുഷ്യൻ നമുക്ക് 1 കിലോക്ക് 4 കുണ്ണ. ഇത് കൊണ്ടുപോകുന്നുണ്ടോ? ഇതും കൂടെ ഞാൻ മേടിച്ചു വിടാം. ഒന്ന് പോയെ, ഭ്രാന്ത് പിടിച്ച ഇങ്ങനെയുണ്ടോ മനുഷ്യൻ? ഇതെടുത്തോണ്ട് പോകുന്നു. അലകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുൽകാൻ, സൂര്യൻ കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാനാണ്. ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറഞ്ഞു, എന്നെങ്കിലും തിരിച്ചു വരാനായി. സ്കൂളുകളിൽ നമ്മൾ പഠിക്കാൻ ചെല്ലുമ്പോൾ ആദ്യം പഠിക്കുന്ന അക്ഷരമാണ് ആ. ആയിൽ നമ്മൾ തുടങ്ങുന്നത് അമ്മയിലാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ ചെല്ല് നിൽക്കുന്നത് ആനയിലാണ്. ആനയെന്ന് നമ്മളന്ന് പഠിക്കുമ്പോൾ ആനയുടെ വലിപ്പം ഇത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷേ അത് തെളിയിച്ചിരിക്കുകയാണ് പച്ചരിക്കൊമ്പൻ എന്ന് പറയുന്ന ആന. അത് നമ്മളെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പച്ചരിക്കൊമ്പൻ്റെ വാസപ്രദേശത്താണ് നിൽക്കുന്നത്. ധാരാളം ഫാൻസ് അസോസിയേഷൻ വരെ ഉണ്ടായിരിക്കുകയാണ്. മൃഗങ്ങൾക്കിടയിൽ ഇത് ആദ്യത്തെ ഒരു സംഭവമാണ്. വേറെ ഒരു മൃഗത്തിനും കിട്ടാത്ത ഒരു പരിഗണനയാണ് പച്ചരിക്കൊമ്പന് കിട്ടിയിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് പേര് പച്ചരിക്കൊമ്പനെ കുറിച്ച് വാ തോരാതെയാണ് സംസാരിക്കുന്നത്. ഇത്രയും ഇഷ്ടം പച്ചരിക്കൊമ്പനെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രയും ആരാധകരെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ പ്രദേശത്ത് പച്ചരിക്കൊമ്പൻ്റെ അഭിപ്രായം ചോദിക്കാൻ പറ്റിയ ഒരു ചേട്ടൻ ഇവിടുത്തെ ഒരു കർഷകനാണെന്ന് തോന്നുന്നു. എന്താണ് അദ്ദേഹത്തിന് പച്ചരിക്കൊമ്പനെ കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആ ചേട്ടനിലേക്ക് പോവാം, ചേട്ടൻ്റെ വാക്കുകളിലേക്ക് പോവാം. ചേട്ടാ നമസ്കാരം. 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 അപ്പൊ ഞങ്ങള് മലയാള ദേശം ചാനലിൽ നിന്നാണ്. ടി വിക്കാരാ? അതെ ടി വിക്കാരാ. അപ്പൊ നമ്മുടെ ഈ പച്ചരിക്കൊമ്പൻ ഈ പ്രദേശത്ത് എല്ലാവരുടെയും കണ്ണിൽ ഉണ്ണിയാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പച്ചരിക്കൊമ്പനെ കുറിച്ച് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? എന്താണ് നിങ്ങൾ പറഞ്ഞത്? ഈ പച്ചരിക്കൊമ്പൻ പ്രദേശത്തെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയാണെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ ടി വിക്കാരാണ് കണ്ണിലുണ്ണിയാണെന്ന് പറയണത്. അതിന് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കാട്ടിലേക്ക് കടത്തിവിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ണീനെ പോലെ പ്രാന്തായിട്ടുള്ള ചിലർ ഇവിടെ നടക്കുന്നുണ്ട്. ഈ കാടും പിടിച്ചിട്ട് ഇതിനെ വിടരുത്, ഇതിനെ നമ്മുടെ നാട്ടിൽ നിർത്തണം എന്ന് അവനങ്ങനെ പറയും. അവൻ ആനയുടെ വിഷമം മനസ്സിലായിട്ടില്ല. അവൻ ഏത് നേരം വീപറച്ചെന്ന് മദ്യം കഴിച്ച് പാമ്പായി നടക്കണമെന്നാണ്. പാമ്പിന് എങ്ങനെയാണ് ആനേനെ പേടിയുണ്ടാവുക? അല്ല, ഈ പച്ചരിക്കൊമ്പനെ കുറിച്ച് ഞങ്ങൾ ഇവിടെ ചോദിച്ചപ്പോൾ പലരും പറഞ്ഞു പച്ചരിക്കൊമ്പൻ ഞങ്ങളുടെ ചെറിയ കുട്ടിയാണ്, ഞങ്ങൾക്ക് ജനിക്കാതെ പോയ കുട്ടിയെ പോലെയാണ്. എന്നാൽ അവരോട് എടുത്ത് പാല് കൊടുക്കാൻ പറയും. അവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവില്ല. എന്റെ 1 ഏക്കർ സ്ഥലത്തുള്ള വാഴത്തോട്ടാണ് ഈ പറയണ ഈ നശിച്ച ജന്തു ചവിട്ടി നശിപ്പിച്ചത്. എനിക്ക് പ്രാവശ്യം നെല്ലിറക്കാൻ പറ്റിയിട്ടില്ല. എന്റെ കൃഷി സ്ഥലത്ത് വന്നിട്ട് മൂത്ത് വളഞ്ഞ നെല്ല് മുഴുവനും പറിച്ച് തിന്നാണ് അവൻ. കുടുംബത്തിൽ ആൾക്കാർക്ക് കയറാൻ പറ്റില്ല. നിങ്ങൾ നാട്ടുകാരോട് ചോദിച്ചു നോക്ക്. പരടെ പിന്നാപ്പുറത്ത് വന്ന് വീട് കുത്തി പൊളിച്ചിട്ടാണ് അരി എടുത്ത് തിന്നണത്. സ്കൂൾ വിട്ട കുട്ടികൾക്ക് പോവാൻ പറ്റണില്ല. റോട്ടിലെ വന്നിങ്ങനെ നിൽക്കാണ്. 2 പേരെ ചവിട്ടി കൊന്നെങ്കിൽ നികൃഷ്ട ജീവി
എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സൂപ്പർ സ്റ്റാർ പോലെ ആക്കണത്? അല്ല ഇതിപ്പോ ഈ പച്ചരിക്കൊമ്പനെ കുറിച്ച് ആദ്യമായിട്ടാണ് ഒരാൾ ഇത്രയും മോശമായിട്ട് ആദ്യത്തെ ആൾക്കാരോട് ചോദിക്കും നിങ്ങൾ, അല്ലാണ്ട് നിങ്ങൾ ഈ കണ്ണി കണ്ടവരോട് ചോദിച്ചിട്ട് കാര്യമില്ല. ചുരുക്കി പറ ഒരു പെൺകുട്ടി തന്നെ പറയുകയുണ്ടായി, ഞാനൊരു പിടിയാനെ ആയിരുന്നെങ്കിൽ പച്ചരിക്കൊമ്പനെ കല്യാണം കഴിച്ചിരുന്നത്. അതിനെ കുറിച്ച് എന്താണ് ചേട്ടന്റെ അഭിപ്രായം? ആ പെണ്ണിന് പിരാന്താണ്. ആരാധി എഴുതണ പോലെയല്ല, ആ ജന്തുവിന് മുമ്പിൽ കണ്ടു നോക്കട്ടെ ഈ പെണ്ണ് എന്താ പറയാന്ന്. അല്ല ചേട്ടാ, എന്നാലും പച്ചരിക്കൊമ്പനെ കുറിച്ച് എന്തെങ്കിലും പച്ചരിക്കൊമ്പനെ കുറിച്ച് ഞാൻ പറയാം, അത് നിങ്ങൾ കേൾക്ക്. നല്ലത് എന്തെങ്കിലും പറയാം. നല്ലതെങ്കിലും പറയേണ്ടത്. കുടുംബം നശിപ്പിക്കണമെങ്കിൽ ജീവിനെ കാട്ടിലെ കഴിയേണ്ട ജീവിനെ കാട്ടിൽ വിടണം. അതിന് നാട്ടിൽ നിർത്തിയിട്ട് നിങ്ങളെ പോലെ പറയരുത്. മതി ചേട്ടാ, മതി, ഞങ്ങൾക്ക് ഇത്രയും മതി. അല്ല, എനിക്ക് വേറൊരു കാര്യം പറയാനില്ല. നമ്മൾ കർഷകരുടെ ബുദ്ധിമുട്ട് ഇല്ല, ഞങ്ങൾക്ക് ഇത്ര ഇപ്പൊ ഷൂട്ട് ചെയ്യാൻ പാടില്ല. ഇത് മതി, ഇത് മതി, ഇത്ര തന്നെ ഞങ്ങൾക്ക് ധാരാളം. നിങ്ങൾ ആരുടെ ഭാഗത്താണ് അതോ മനുഷ്യന്റെ ഭാഗത്താണ്? നമുക്കിത് വിടാൻ പറ്റില്ല, കട്ട് ചെയ്തോ, ഇത് കാണിക്കാൻ പറ്റില്ല, കട്ട് ചെയ്തോ.